ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് വ്ലോഗ്. ഇന്നിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എനിക്കിന്ന് ഇപ്പം നേരം വെളുത്തതേ ഉള്ളൂ കേട്ടോ. മണി 10 9:30 കഴിഞ്ഞു. ഇന്ന് പിള്ളേഴ്സിന് സ്കൂളിൽ പോകണ്ട. ഇന്ന് ഏത് ദിവസമാണ്? ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. പക്ഷെ അവർക്കിന്ന് സ്കൂളില്ല. എൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അന്നുവിൻ്റെ വൈഹുവിൻ്റെ ക്ലാസ്സിൽ നിന്നൊക്കെ ടൂർ പോകണം ഇല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ പോണില്ല. അന്നു പോകാത്തെന്ന് പറഞ്ഞേ എന്താ ടൂറിന് പോകാൻ? ഉമ്മച്ചി കൂടെ വരാത്തതുകൊണ്ടാണ് അന്നമ്മ പോകാത്തത്. അല്ലെങ്കിൽ അത് വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് അന്നമ്മയായിട്ട് എടുത്ത തീരുമാനമാണ് അന്നമ്മ പോണില്ല എന്നുള്ളത്. റൈഹാൻ എന്താ പോകാത്തതെന്ന് പറഞ്ഞേ? പറ. ഞാൻ പറയാം. റൈഹാനെ ടൂർ വിടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരെയും ടൂർ വിടണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇക്ക പൊക്കോളാൻ പറഞ്ഞതാണ്. ഏതാ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോൾ ടൂറിന് പോകാനായിട്ട് പൈസയും കൊടുത്ത് എല്ലാം സെറ്റായിട്ടിരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ രാവിലെയും രാത്രിയായിട്ട് 2 ഗ്ലാസ് അങ്ങ് ഉടച്ചു. ഗ്ലാസ് ഉടച്ചപ്പം ഇക്ക പറഞ്ഞു എന്നാ നീ പോകണ്ടാന്ന്. ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ടല്ല കേട്ടോ, അവനൊരു ശ്രദ്ധയില്ലാണ്ട് ഇവിടെ ടേബിളിൻ്റെ പുറത്തിരുന്ന ഗ്ലാസ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും വീണിട്ട് പൊട്ടി. അതേപോലെ സ്കൂൾ വിട്ട് വന്ന് വൈകിട്ടും എന്തോ അടുക്കളയിൽ വന്നെടുത്ത സമയത്ത് അവിടെ നിന്നും ഒരു ഗ്ലാസ് വീണങ്ങ് പൊട്ടി. അപ്പോൾ ഇക്ക പറഞ്ഞു ഒറ്റയ്ക്ക് നിന്നെ വിട്ടാൽ നീ ശ്രദ്ധയില്ല. അപ്പോൾ ഇക്കാക്ക് ടെൻഷനായി. അതുകൊണ്ട് പറഞ്ഞു പോകണ്ടാന്ന്. അങ്ങനെ റൈഹാൻ്റെ ടൂർ അങ്ങ് കുളമായി. അവൻ എന്തായാലും പോകണമെന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് സെറ്റായിട്ടിരുന്നതാണ്. പക്ഷേ നടന്നില്ല. പൈസ കൊടുത്തു ഞാൻ പറഞ്ഞത് സ്കൂളിൽ കൊടുത്തു എന്നല്ല കേട്ടോ. എനിക്ക് അവൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. 580 രൂപയായിരുന്നു അവരുടെ ടൂറിൻ്റെ ഫീ. അപ്പം 500 രൂപയ്ക്ക് കൊടുത്തു, ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ കൊടുത്ത ദിവസം തന്നെ അവൻ ടീച്ചറിൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പൈസ കൊടുത്തേനെ. പക്ഷേ ബാക്കി കൂടെ ഇട്ടിട്ട് കൊടുത്താൽ മതി എന്ന് ടീച്ചർ പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ അവൻ പോയേനെ. അപ്പോൾ അന്ന് കൊടുക്കാനും പറ്റിയില്ല. അങ്ങനെ കൊച്ചിൻ്റെ ടൂർ അങ്ങ് കൊളായി. അതുകൊണ്ട് ഒരു ദിവസത്തെ അവധി കിട്ടിയില്ലേ? ഒരു ദിവസമല്ല, ഇന്ന് അവധിയാണ്. നാളെ 4 ദിവസത്തെ അവധി ചേർത്ത് കിട്ടി കേട്ടോ. വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ 4 ദിവസത്തെ അവധി കിട്ടി. പിന്നെ ഇനിയിപ്പോൾ ആനുവൽ ഡേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്നും നാളെയായിട്ട് ടൂറ്. ഈ കൊല്ലത്തെ ടൂർ അങ്ങ് തീർന്നു കിട്ടി. ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കലാണ്. അന്നമ്മ ദോശ കഴിച്ച് തീർന്നായിരുന്നോ? ഇവിടെ ഇതുപോലെ ഇരുന്നിട്ട് അവർക്ക് ഫുഡ് രാവിലെ ഒന്നും കഴിക്കൽ ഇങ്ങനെ ഇരുന്ന് തന്നെ കഴിക്കുന്ന. പക്ഷേ സമാധാനത്തിന് ഫുഡ് കഴിക്കത്തില്ല. ഒരു ദോശയുടെ പകുതിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഓടലാണ് പതിവ്. ഇന്നിപ്പോൾ സമാധാനമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? എന്താ പറഞ്ഞു? നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. നേരത്തെ എന്തിനാ പറഞ്ഞത്? കടലക്കറി വരൂലെന്ന്. അതായത് ആദ്യമുള്ള സ്കൂൾ പഠിച്ചിരുന്നത് ഇവിടെ അടുത്ത് KCM LPS എന്ന് പറഞ്ഞിട്ട് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ അവർക്ക് ഉച്ചയ്ക്ക് ഫുഡുണ്ട്. അവിടെ കടലക്കറിയാണ് കൂടുതൽ ദിവസവും ചോറിന് കൊടുക്കുക. അപ്പോൾ അതാണ് നല്ലത്. ഇതിനെക്കാട്ടി നല്ല കടലക്കറിയായിരുന്നു അതെന്ന്. അങ്ങനെയല്ലേ അനു പറഞ്ഞ? അത് തന്നെ നല്ല കടലക്കറി. പറ തന്നല്ലേ. KCMലോട്ടാക്കട്ടെ കടലക്കറി തിന്നാൻ വേണ്ടി? ഉറക്കെ പറ. വേണോ വേണ്ടേ? അപ്പം അവിടെ നല്ല കറുത്ത കടല വെച്ചിട്ട് അതൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാ കറികളും അവൾ കൂട്ടത്തില്ല. കടലക്കറി വയ്ക്കുന്ന ദിവസം അത് കൂട്ടിയിട്ട് ചോറ് തിന്നും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പച്ച ചോറാണ് പിന്നെ ടീച്ചർ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് എനിക്ക് നല്ല തിരക്കുണ്ട്. അതായത് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം. 24-ാം തീയതിയാണ് അവരുടെ ആനുവൽ ഡേ ഫംഗ്ഷൻ വരുന്നത്. ഇതുവരെ ഞാനൊന്നും അങ്ങോട്ട് സെറ്റാക്കിയിട്ടില്ല. വെട്ടി വെച്ചു. ബാക്കിൽ കാണുന്ന കണ്ടോ, ബെഡ്ഷീറ്റും കുറച്ച് തുണികളും അവിടെ ഇരിക്കുന്നത് എന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നാൽ വെട്ടി വെച്ചിട്ടേ തുണി. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തിരക്കാവും കേട്ടോ. ഞാൻ കുറച്ച് തുണിയെ എടുത്തോളൂ. സാറ്റിനിലാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സാറ്റിൻ വെച്ചിട്ട് സാറ്റിൻ അറിയാമല്ലോ, നമുക്ക് ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് പിരിഞ്ഞ് പോകുന്നു. അപ്പം ഒരെണ്ണം ഞാൻ അന്നമ്മയ്ക്ക് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത് ഇടാൻ പറ്റുന്നില്ല, കീറിപ്പോണം. അതായത് തയ്യലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ട് പോകണം. അപ്പോൾ ഒന്നുകിൽ ലൈനിങ് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രൈഡൽ സാറ്റിനോ മറ്റോ വാങ്ങിക്കണം കേട്ടോ. അപ്പം ഇനി ഒന്നും കൂടെ പോവാമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. പാൻ്റെല്ലാം ചെയ്തു.
പാൻ്റ് എല്ലാം ചെയ്തു എന്ന് വെച്ചാൽ വെട്ടി വെച്ചു. ഇനി 1-2 അളവുകൾ കൂടെ കിട്ടാറുണ്ട്. അതുകൂടെ കിട്ടിയാൽ 3 പാൻറ്റ് കൂടെ ചെയ്യാണ്ട്. അപ്പോൾ പാൻറ്റിൻ്റെ പരിപാടി തീരും. പിന്നെ റൈഹാൻ്റെതും ചെയ്യാണ്ട്. പക്ഷെ അതിൻ്റെ അളവുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരളവ് കിട്ടിയില്ല. 7 പാൻറ്റ് ചെയ്യാണ്ട്. 24-ാം തീയതി കൊടുക്കുകയും വേണം. മറ്റേ ഉടുപ്പ് 10 എണ്ണം, 10 പാൻറ്റ്, അതായത് അന്നമ്മേൻ്റെത് 10 എണ്ണം, ടോപ്പ് പാൻറ്റ് 10 എണ്ണം, റൈഹാൻ്റെത് 7 പാൻറ്റ്. അതിൻ്റെ കൂടെ ഷോളും ഒക്കെ വർക്ക് ചെയ്യാനുണ്ട്. കുറച്ചൊന്നും ഓടേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ കൂടെ നമ്മളെ വീഡിയോ എടുക്കലും പരിപാടികളും ഒക്കെ ഉണ്ട്. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്ത് തീർക്കണം. മനസ്സാണല്ലോ പ്രധാനം. ഞാൻ ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഇവർ കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഒരു പാത്രം ദോശ ഉണ്ടാക്കിപ്പിച്ചു. കുഞ്ഞ് ദോശ ഉണ്ടാക്കി തന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ദോശ കണ്ടോ, അതങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇത് അന്നമ്മ എടുത്ത കറിയാണ്. കറി കൂടിപ്പോയെന്ന് പറഞ്ഞ് ആ പ്ലേറ്റിൽ എനിക്ക് തന്നു. അന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ദോശ ഉണ്ടാക്കിയത്. കുട്ടി ദോശ കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് കഴിക്കണേ. കാണണ്ടേ കുട്ടി ദോശ? ഇത് കുട്ടി ദോശയല്ലേ? ഇതൂടെ കഴിക്കാൻ കഴിച്ചു അന്ന് വേഗം. അപ്പം ഞാൻ ഇന്ന് ദോശ കഴിക്കട്ടെ. പിന്നെന്താണ്, ഉച്ചക്കലത്തെ പരിപാടികൾ ഒക്കെ വരുമ്പോഴേ മീൻ കൊണ്ടുവരുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും ജോലി ഇച്ചിരി പെൻഡിങ് വെച്ചിട്ട് രാവിലെ പോയിട്ട് 2-3 പാൻറ്റെങ്കിലും തച്ച് തീർക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. കറണ്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ കഥ വടയുന്ന അടുക്കളയില്ല. ഭയങ്കര കാറ്റാണ്, കഥ തുറന്ന് നടക്കുന്നത്. പിന്നെ കുറച്ച് ദിവസമായി ഇവിടെ ഒന്ന് തൂക്കലും തുടയ്ക്കലും ഒന്ന് നടത്തിയിട്ട് അതൊന്ന് തൂത്ത് തുടയ്ക്കണം. അപ്പം അതുണ്ട്. അപ്പം അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. പിന്നെ റൈഹാനുണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ചെയ്യൂലേടാ? തൂക്കൂലേ? അപ്പം അവൻ തീർത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തരുമായിരിക്കും. ആദ്യം പോയി ഇതൊക്കെ മടക്കി വരും. നിസ്സരണ കൂടിപ്പോയി കാണോ? അല്ല, അവിടെ ഒരാൾ കഴിച്ചു കഴിഞ്ഞ് അവിടെ ഒരു ട്യൂബ് ടെമ്പററി ഫിറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അത് എപ്പോഴും ഇളവ് വീഴും. ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. അതായത് അവിടെ കുറച്ച് വലിയ ട്യൂബ് വെക്കണം, കുറച്ചുകൂടെ വെട്ടമുള്ള ട്യൂബ് വെക്കണമെന്ന് വിചാരിച്ചത്. ഫേസ് നല്ലോണം കാണണമെന്ന് പറഞ്ഞിട്ട് വെട്ടമുള്ള ട്യൂബ് വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതന്ന് കിട്ടിയില്ല. അപ്പം താൽക്കാലികമായിട്ട് ചെറിയ ട്യൂബ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഡ്രില്ല് ചെയ്ത് വെക്കാണ്ട്, ഗ്രില്ല് ചെയ്തോ, ചിക്കനല്ലേ ഗ്രില്ല് ചെയ്യുന്നത്, ഡ്രില്ല് ചെയ്ത് വെക്കാണ്ട് ഒട്ടിച്ച് വെച്ച് കേട്ടോ. ഇപ്പം അത് ഇളകി വീഴും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകി വീഴുന്നുണ്ട്. കണ്ണാടി എവിടെയടി? പോയി എടുത്ത് പോയി, കണ്ണാടി എടുത്ത് പോയി. തലയിലെന്താ മുടി പോയി കെട്ട്. കണ്ണാടി എടുത്ത് പോയി. ചെല്ല് മടക്കി വെച്ചോ ഇത്ര പെട്ടെന്ന്? ഓക്കെ. അപ്പം നമുക്ക് ഇനി പറ്റുമെങ്കിൽ ബാക്കി വീഡിയോസ് എടുക്കാം. ഇല്ലെങ്കിൽ ഒരുപാട് ലാഗടിപ്പിക്കാണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അത് ഇളകി വീഴും. ഇപ്പോൾ എടുത്ത് വെച്ചാണോ? ആ ലൈറ്റ് ഓഫ് ചെയ്യും. അതിൻ്റെ പശ പോയി. അപ്പോൾ ഇനി അതിങ്ങനെ ഇളകി വീണോണ്ടിരിക്കും. ഇവിടെ ഒരാൾ രാത്രി സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കുളിച്ചിട്ട് മുടി അങ്ങനെ ഇട്ടിട്ട് കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ കെട്ടിക്കൊടുക്കാമെന്ന് പറയുന്നത് നടക്കില്ല. ഉറങ്ങുന്നതിന് മുമ്പ് കെട്ടിക്കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ നനഞ്ഞ മുടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് അങ്ങ് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഉറക്കത്തിലാണ് ഞാൻ പിന്നെ ഈ മുടി ഒന്ന് ഇങ്ങനെ കെട്ടി വയ്ക്കുന്നത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. പിന്നെ അടുക്കളയിൽ കുറേ ജോലികൾ കിടക്കുന്നുണ്ട്. അവിടെ ആയിട്ട് കുറേ ജോലി കിടക്കുന്നുണ്ട്. ഇവിടെ അപ്പുറത്ത് പെരേടത്തെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആവും. ഇത്തിരി കഴിയുമ്പോൾ ഇപ്പം തന്നെ ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്താണ് അവരിരിക്കുന്നത്. അങ്ങനെ പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ദോശ തണുത്ത് ഒരു പരുവായി. ഞാൻ കഴിക്കട്ടെ. എനിക്ക് തണുത്ത ദോശ കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. ദോശ കഴിച്ചിട്ട് തയ്ക്കാൻ പോട്ടെ. ആ സാധനം എടുത്താൽ ഫോൺ സ്റ്റാൻഡ്. എനിക്കൊരു ട്രൈപോഡ് വാങ്ങിക്കണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. ഇതുവരെ നടന്നില്ല. ഓൾറെഡി ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നതാണ്. അത് ഒടിഞ്ഞു പോയി. കുറേ ആയി അത് എൻ്റെ
ലൈറ്റ് പോയി. ഇവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അതിനെ ഇളക്കിയിട്ട് അതിനെ കൊളാക്കി തന്നു. പിന്നെ ആ ട്രൈപ്പോഡ് കൂടി ഞങ്ങൾ പോയി. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലേടാ. അത് മാത്രമേ കൊള്ളായിട്ടുള്ളൂ, ബാക്കി ഞാൻ ചെയ്തിട്ടുള്ളൂ. ഉണ്ട്. കടലക്കറി കുഴപ്പമില്ലല്ലേ? അപ്പോൾ കഴിച്ചിട്ടുണ്ടോ? അഞ്ചാറ് കടല എടുത്തിട്ട് ഇട്ടിട്ട് പിതുക്കി 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 കഴിക്കണം. പൊയ്ക്കോ. ഉമ്മച്ചി ഉണ്ടാക്കുന്ന കടലക്കറിയും ദോശയും നല്ല കേട്ടോ. കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മച്ചി ഉണ്ടാക്കുന്ന ദോശയ്ക്ക് ഇച്ചിരി കട്ടിയുള്ള ദോശ ഉണ്ടാക്കുന്നത്. അത് കണ്ടോ? എവിടെ എന്താ അറിയുമോ? മണ്ടേക്ക് വെച്ചോ. അപ്പം പറഞ്ഞു വന്നത്, മമ്മി ഉണ്ടാക്കുന്ന ദോശ കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. അതായത് വലിയ ദോശയാണ്, കട്ടിയുള്ള വലിയ ദോശ. എനിക്ക് അങ്ങനത്തെ ദോശ ഇഷ്ടമല്ല. കറി അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് ദോശ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കുന്ന വലിയ ദോശ. നമ്മൾ മസാല ദോശയിലൊക്കെ യൂസ് ചെയ്യുന്ന കണക്കത്തെ ദോശയില്ലേ, അത്. ഇന്നിപ്പോൾ പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി ദോശയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ദോശ ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ കഴിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.